ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് L69 ആൻഡ് G4, ഗ്ലോബ് നെറ്റ്വർക്ക്, IMF, പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് ലെബനാൻ. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ L69 ആൻഡ് G4 എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പിങ്ങുകളെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി UN സെക്യൂരിറ്റി കൗൺസിലിനകത്ത് റിഫോംസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം, പുതിയ രാജ്യങ്ങളെ കൂടി UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പേഴ്സ് ആക്കി മാറ്റണം എന്നൊക്കെ ആവശ്യം ഉന്നയിക്കുന്ന രണ്ട് ഗ്രൂപ്പിങ്ങുകളാണ് L69 അതുപോലെ തന്നെ G4 എന്ന് പറയുന്നത്. അപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിനകത്ത് ഈ റിഫോം കൊണ്ടുവരണം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിനകത്ത് റിഫോംസ് നടപ്പിലാക്കണം എന്നുള്ളൊരു ആവശ്യം ഈ രണ്ട് ഗ്രൂപ്പിങ്ങുകൾ ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 14 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ L69 എന്ന് പറയുന്നത് ബേസിക്കലി പണ്ട് 2007, 2008 കാലഘട്ടത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് യുഎന്നിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് ഉണ്ട്. അതിന്റെ പേരാണ് L.69 എന്ന് പറയുന്നത്. ആ ഡോക്യുമെന്റിന്റെ പേരിൽ നിന്നാണ് L69 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കൺട്രീസിന്റെ പേര് കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരിക്കലും 69 രാജ്യങ്ങളൊന്നുമില്ല. ഈ L69 എന്ന് പറയുന്നത് ഒരു ഡ്രാഫ്റ്റ് ഡോക്യുമെന്റിന്റെ പേരാണെന്ന് മനസ്സിലാക്കുക. നിലവിൽ ഇതിനകത്ത് 42 മെമ്പർ കൺട്രീസ് ആണ് ഉള്ളത്. അപ്പൊ ഈ L69 ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഈ പറയുന്ന ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, കരീബിയ, അതുപോലെ തന്നെ ഏഷ്യ പസഫിക്, ഈ മേഖലകളിൽ നിന്നുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഒരു ഗ്രൂപ്പിംഗ് ആണ് L69 എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് ചില പ്രധാനമായിട്ടുള്ള ചില കോമൺ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിൽ റിഫോംസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു 42 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ് L69 എന്ന് മനസ്സിലാക്കുക. ഇനി G4ന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ G4ഉം സമാനമായിട്ടുള്ള രീതിയിൽ UN സെക്യൂരിറ്റി കൗൺസിൽ റിഫോംസ് ആവശ്യപ്പെടുന്ന, UN സെക്യൂരിറ്റി കൗൺസിലിനകത്ത് സ്ഥിരാംഗത്വം ആഗ്രഹിക്കുന്ന 4 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ് G4 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 4 എന്ന് പറയുന്നത്. ഇതിനകത്ത് ബ്രസീൽ, ജർമ്മനി, ഇന്ത്യ, ജപ്പാൻ എന്നീ 4 രാജ്യങ്ങളാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രൂപ്പിംഗിലെ 4 രാജ്യങ്ങളും UN സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് മെമ്പർഷിപ്പ് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ അവരുടെ പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ പരസ്പരം സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് G4 എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 രാജ്യങ്ങളും, ഈ G4ലെ 4 രാജ്യങ്ങളും പല പല കാലഘട്ടങ്ങളിലായിട്ട് UN സെക്യൂരിറ്റി കൗൺസിലിൽ ടെമ്പററി മെമ്പേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ്, L69ന്റെ കേസല്ല പറയുന്നത്, G4നകത്ത് ഈ G4 രാജ്യങ്ങളുടെ ഈ ഒരു ആവശ്യത്തിനകത്ത് G4 എന്ന് പറയുന്ന ഗ്രൂപ്പിംഗ് നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഈ G4നകത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ഈ പറയുന്ന ജപ്പാൻ ആണെങ്കിലും, ജർമ്മനി ആണെങ്കിലും, ഇന്ത്യ ആണെങ്കിലും, ബ്രസീൽ ആണെങ്കിലും ഇതിനകത്ത് ചില മേഖലകൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ UN സെക്യൂരിറ്റി കൗൺസിൽ നോക്കിക്കഴിഞ്ഞാൽ UN സെക്യൂരിറ്റി കൗൺസിലിനകത്തുള്ള 5 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങളും യൂറോപ്പിൽ നിന്നുള്ളതാണ്, ഒരു രാജ്യം നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള US ആണ്, മറ്റൊന്ന് ഏഷ്യയിൽ നിന്നുള്ള ചൈനയാണ്. ആഫ്രിക്കയിൽ നിന്നോ ലാറ്റിൻ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നോ സൗത്ത് അമേരിക്കയിൽ നിന്നോ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരംഗം പോലും ഇല്ല. അപ്പൊ ഈ G4നകത്ത് നോക്കിക്കഴിഞ്ഞാലും G4ലും ആഫ്രിക്കൻ രാജ്യങ്ങൾ ആരും തന്നെ ഇല്ല. അപ്പൊ UN സെക്യൂരിറ്റി കൗൺസിലിനകത്ത് ഇനി ഒരു റിഫോം കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആഫ്രിക്കൻ കോണ്ടിനെന്റിന് റെപ്രസെന്റേഷൻ ആവശ്യമായിട്ടുണ്ടാവും. അപ്പൊ ഈ G4 രാജ്യങ്ങൾ ഇവർ പരസ്പരം ഈ പറയുന്ന അവരുടെ പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ സഹായിക്കുന്നത് കൂടാതെ ഈ UNSC റിഫോംസ് കൊണ്ടുവരികയാണെങ്കിൽ അതിനകത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള 2 രാജ്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നും കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഏത് 2 രാജ്യങ്ങളെയാണ് ആഫ്രിക്കയിൽ നിന്ന് ഈ പറയുന്ന UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തീരുമാനത്തിലെത്താൻ ആഫ്രിക്കൻ യൂണിയനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ആഫ്രിക്കയിൽ നിന്നുള്ള ഈജിപ്ത്, നൈജീരിയ, സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്, അവകാശവാദം ഉന്നയിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ അതിനകത്തൊരു കൺസെൻസസ് ബിൽഡ് ചെയ്യാൻ പറ്റാത്തത് ഇവർ നേരിടുന്ന ഒരു ശ്രമമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന G4നകത്തുള്ള ചില രാജ്യങ്ങൾക്കെതിരായിട്ട് മറ്റു ചില പെർമനന്റ് മെമ്പേഴ്സ് തന്നെ പലപ്പോഴായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഈ ജപ്പാന്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ വാർ ക്രൈംസും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള രാജ്യങ്ങളാണ് ചൈന, അതുപോലെ തന്നെ നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾ. അതുപോലെ തന്നെ റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ശത്രു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ഇപ്പൊ അതിനകത്ത് കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ റഷ്യ ജപ്പാൻ റിലേഷൻസ് അത്ര സ്ട്രോങ്ങർ അല്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് ഇവർക്കിടയിലുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ജപ്പാന്റെ ഈ UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ എതിർക്കുന്നുണ്ട്. അതുകൂടാതെ ഈ നാസി ജർമ്മനിയുടെ കാലഘട്ടത്തിൽ ജർമ്മനിയുടെ അട്രോസിറ്റീസിന് വിക്ടിംസ് ആയിട്ട് മാറിയിട്ടുള്ള പല രാജ്യങ്ങളും
ജർമ്മനിയുടെ UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രസീലിന്റെ UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അവകാശവാദത്തിന് അർജന്റീന പോലുള്ള സൗത്ത് അമേരിക്കയിലെ മറ്റുള്ള ചില പ്രബലരായിട്ടുള്ള രാജ്യങ്ങൾ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഇന്ത്യയുടെ പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ പാകിസ്ഥാൻ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ G4ന്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു ഗ്രൂപ്പിംഗ് ആണ് ദ കോഫി ക്ലബ് അല്ലെങ്കിൽ യുണൈറ്റിംഗ് ഫോർ കൺസെൻസസ് എന്ന് പറയുന്ന ഗ്രൂപ്പിംഗ്. അപ്പോൾ ഈ L69 G4 UN സെക്യൂരിറ്റി കൗൺസിലിൽ റിഫോംസ് കൊണ്ടുവരണമെന്നും അതിനകത്തുള്ള പെർമനന്റ് മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കണം എന്നും ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു കൺസെൻസസ് ബിൽഡ് ചെയ്യാതെ, അതായത് യുണൈറ്റഡ് നേഷൻസിലെ എല്ലാ അംഗരാജ്യങ്ങൾക്കും ഇടയിൽ ഒരു പൊതുധാരണയിലെത്താതെ UN സെക്യൂരിറ്റി കൗൺസിലിനകത്തുള്ള പെർമനന്റ് മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് യുണൈറ്റിംഗ് ഫോർ കൺസെൻസസ് അല്ലെങ്കിൽ പോപ്പുലർലി കോഫി ക്ലബ്ബ് എന്നറിയപ്പെടുന്ന ക്ലബ്ബ്. അപ്പൊ UN സെക്യൂരിറ്റി കൗൺസിലിനകത്ത് സ്ഥിരാംഗത്വം അവകാശപ്പെടുന്ന പല രാജ്യങ്ങളെയും ഒപ്പോസ് ചെയ്യുന്ന രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കോഫി ക്ലബ്ബ്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇറ്റലി, പാകിസ്ഥാൻ, മെക്സിക്കോ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് കോഫി ക്ലബ്ബ് 1995 ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അതിനകത്ത് കാനഡ, സ്പെയിൻ, ടർക്കി, അർജന്റീന, മാൾട്ട പോലുള്ള മറ്റുള്ള രാജ്യങ്ങളും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ഇതിന്റെ കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗ്ലോബ് നെറ്റ്വർക്കിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഗ്ലോബ് നെറ്റ്വർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കോൺടാക്ട് എന്ന് പറയുന്നത്, ഈ ഗ്ലോബ് നെറ്റ്വർക്കിന്റെ ഒരു 15 അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് ഇന്ത്യ ഇലക്ട് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 14 വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺടാക്സ്റ്റിലാണ് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഗ്ലോബ് നെറ്റ്വർക്ക് അഥവാ ഗ്ലോബൽ ഓപ്പറേഷണൽ നെറ്റ്വർക്ക് ഓഫ് ആന്റി കറപ്ഷൻ ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് 2020 G20 ഒരു ഇനീഷ്യേറ്റീവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ആണെന്ന് മനസ്സിലാക്കുക. സോ ബേസിക്കലി യുണൈറ്റഡ് നേഷൻസിനകത്തുള്ള മെമ്പർ സ്റ്റേറ്റുകളുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന UN ഭാഗമായിട്ടുള്ള UN കൺവെൻഷൻ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റി ഉണ്ട്. ആ ട്രീറ്റിയിലേക്ക് മെമ്പർ സ്റ്റേറ്റുകളായിട്ടുള്ള രാജ്യങ്ങളിലെ ആന്റി കറപ്ഷൻ ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസിന്റെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് പോലെ, അല്ലെങ്കിൽ ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർക്കുന്ന ട്രാൻസ് ബൗണ്ടറി കറപ്ഷൻ ഒഫൻസസിനെയൊക്കെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഗ്ലോബൽ ഓപ്പറേഷൻ നെറ്റ്വർക്ക് ഓഫ് ആന്റി കറപ്ഷൻ ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഗ്ലോബ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ G20 ഇനീഷ്യേറ്റീവിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഗ്ലോബ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി ഗ്ലോബ് നെറ്റ്വർക്കിനെ ഗവേൺ ചെയ്യുന്നത് ഈ ഗ്ലോബ് നെറ്റ്വർക്കിലെ അംഗരാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ഓഫീസ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് അല്ലെങ്കിൽ UNODCയുടെ സപ്പോർട്ടും ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇവരുടെ സെക്രട്ടേറിയറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് UNODC ആണ്. ഇനി ഈ നെറ്റ്വർക്കിനകത്ത് നിലവിൽ 121 അംഗരാജ്യങ്ങളും 219 മെമ്പർ അതോറിറ്റീസും ആണുള്ളത്. ഇപ്പോൾ ഇന്ത്യനെ ഈ ഒരു ഗ്ലോബ് നെറ്റ്വർക്കിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ്, നമ്മുടെ സെൻട്രൽ അതോറിറ്റി ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മെമ്പർ അതോറിറ്റീസ് ആയിട്ട് നമ്മുടെ രാജ്യത്തിന് ഈ ഗ്ലോബ് നെറ്റ്വർക്കിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഗ്ലോബ് നെറ്റ്വർക്കിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെയറും അതുപോലെ തന്നെ ഒരു വൈസ് ചെയറും 13 അംഗങ്ങളുമാണ് ഇതിനകത്തുള്ളത്, അല്ലെങ്കിൽ 13 മെമ്പേഴ്സും കൂടി ചേരുന്ന ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെയർമാനും ഈ ചെയർ ആയിട്ടുള്ള ഒരു രാജ്യം ഉണ്ടാവും, വൈസ് ചെയർ ആയിട്ടുള്ള ഒരു രാജ്യം ഉണ്ടാവും, 13 മെമ്പേഴ്സും അടങ്ങുന്ന ഒരു 15 അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മനസ്സിലാക്കുക. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ IMFനെ കുറിച്ചാണ്. അപ്പൊ IMFനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ പാകിസ്ഥാനിലെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IMFന്റെ പുതിയൊരു ബെയിലോട്ട് പാക്കേജിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 18 അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ IMF എന്ന് പറയുന്നത് നമ്മൾ ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വേൾഡ് ബാങ്ക്, IMF. അപ്പോൾ ഇതിനെ ബേസിക്കലി ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വിളിക്കാറുള്ളത് ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നാണ് വിളിക്കാറുള്ളത്. കാരണം ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒരു അവസാനമൊക്കെ ആവുന്ന സമയത്ത് 1944 ജൂലൈയിൽ അമേരിക്കയിലെ ന്യൂ ഹാംഷെയറിനകത്തുള്ള ബ്രിട്ടൻ വുഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു UN കോൺഫറൻസ് ഉണ്ട്. ആ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലൂടെയാണ് ഈ വേൾഡ് ബാങ്കും IMFും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 1945 ഡിസംബർ 27 IMF എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ്. ഇനി പറയുന്ന IMFന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് IMFലെ അംഗരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സസ്റ്റൈനബിൾ ഗ്രോത്തും പ്രോസ്പെരിറ്റിയും ഒക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവരുടെ ഒരു സ്റ്റേറ്റഡ് മിഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് ടു ഫോസ്റ്റർ ഗ്ലോബൽ മോണിറ്ററി കോപ്പറേഷൻ, അതായത് മോണിറ്ററി ഫീൽഡിനകത്തുള്ള ഗ്ലോബൽ കോപ്പറേഷനെ
പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ സെക്യൂർ ചെയ്യുക, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് ഫെസിലിറ്റേഷന്, ഹൈ എംപ്ലോയ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുക, സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ റിഡക്ഷൻ ഓഫ് പോവേർട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മിഷനായിട്ട് പറയുന്നത്. ഇനി IMFന്റെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഫേസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ആ ക്രൈസിസിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യലാണ് IMF ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ IMF ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ രാജ്യങ്ങൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകാനുള്ള കാരണം അവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് എന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ IMF ലോൺ കൊടുക്കുന്ന സമയത്ത് IMFന്റെ ലോണുകൾ നോർമലി ബെയിലൗട്ട് പാക്കേജുകൾ എന്നാണ് സാധാരണഗതിയിൽ വിളിക്കാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും IMF ലോൺ കൊടുക്കുന്ന സമയത്ത് ഈ ലോൺ സ്വീകരിക്കുന്ന രാജ്യങ്ങളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ചില ഓസ്റ്റെറിറ്റി മെഷേഴ്സ്, അതായത് അവരുടെ ചെലവുകൾ കുറക്കുന്നതിന് വേണ്ടിയിട്ട് വെൽഫെയർ സ്കീംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഒക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് റീസ്ട്രക്ചറിങ്ങുകൾ IMF പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അത് ചെയ്താൽ മാത്രമേ ഇവർ ഈ ലോൺ കൊടുക്കുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെയൊക്കെ 1991 ഇന്ത്യയിലെ എക്കണോമിക് റിഫോംസ് കൊണ്ടുവരാനുള്ള കാരണം ഈ IMF ലോൺസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി IMFന്റെ പ്രധാനപ്പെട്ട 3 മിഷൻസ് ആയിട്ട് പറയുന്നത്, ഒന്ന് ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ വർദ്ധിപ്പിക്കുക, 2 കൊമേഴ്ഷ്യൽ എക്സ്പാൻഷൻ, അതുപോലെ തന്നെ എക്കണോമിക് പ്രോഗ്രസ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുക, മൂന്നാമതായിട്ട് പറയുന്നത് ഈ നമ്മുടെ ക്ഷേമത്തിന് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിക്ക് ഡിട്രിമെന്റൽ ആയിട്ടുള്ള പോളിസീസിനെ ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി IMFന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ IMFനകത്ത് 190 അംഗരാജ്യങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് അല്ല IMFലുള്ളത്. പകരം ഒരു കോട്ട സിസ്റ്റമാണ് ഉള്ളത്. അപ്പോൾ ഓരോ രാജ്യത്തിന്റെയും കോട്ട അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവരുടെ വോട്ടിംഗ് പവർ തീരുമാനിക്കുന്നത്. നിലവിൽ IMFലെ ഏറ്റവും ഹയസ്റ്റ് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള രാജ്യം US, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ IMFനകത്ത് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് SDR അല്ലെങ്കിൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി IMFന്റെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ്. അതിനകത്ത് ഒരു ഗവർണറും ഒരു ഓൾട്ടർനേറ്റ് ഗവർണറും ഓരോ രാജ്യങ്ങളെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഉണ്ടാവും. അപ്പോൾ ആ മെമ്പർ കൺട്രീസ് ആണ് ഇവരെ ഈ ഗവർണറെയും ഓൾട്ടർനേറ്റ് ഗവർണറെയും പ്രപ്പോസ് ചെയ്യുന്നത്. നോർമലി ആ രാജ്യത്തിന്റെ അംഗരാജ്യത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഗവർണറായിട്ട് വരാറുള്ളത്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഗവർണറാണ് ഗവർണറായിട്ട് വരാറുള്ളത്. ഇനി IMFന്റെ ഡേ ടു ഡേ അഫയേഴ്സ് ഒക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഒരു എക്സിക്യൂട്ടീവ് ബോർഡ് ഉണ്ട്. അതിൽ 24 മെമ്പേഴ്സ് ആണുള്ളത്. ഇതൊരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ IMFന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് IMFന്റെ ഡേ ടു ഡേ പവേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഡേ ടു ഡേ അഫയേഴ്സ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ഈ എക്സിക്യൂട്ടീവ് ബോർഡാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ്. സോ ബേസിക്കലി ഇതിനെക്കുറിച്ച് ഇന്നലത്തെ PIB കാത്ത് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ ഒരു പുതിയ 3 പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഇനാഗുറേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പരം രുദ്ര എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ CDAC ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. നമ്മുടെ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ അല്ലെങ്കിൽ NSMന്റെ കീഴിലാണ് ഈ പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പുതിയ പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പൂനെ, ഡൽഹി, കൊൽക്കത്ത എന്നീ 3 സ്ഥലങ്ങളിൽ ഈ സയന്റിഫിക് റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 എണ്ണം ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്, ഒരെണ്ണം ഈ ജയന്റ് മെട്രോ റേഡിയോ ടെലസ്കോപ്പ് അല്ലെങ്കിൽ GMRT എന്ന് പറയും, മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. അത് ഫാസ്റ്റ് റേഡിയോ ബേസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ആസ്ട്രോണമിക്കൽ ഫിനോമിനാസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടർ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. രണ്ടാമതൊരെണ്ണം ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സിലറേറ്റർ സെന്റർ അല്ലെങ്കിൽ IUAC ഡൽഹിയിലാണ്. ബേസിക്കലി മെറ്റീരിയൽ സയൻസ്, അറ്റോമിക് ഫിസിക്സ് എന്നീ മേഖലകളുടെ സ്റ്റഡീസിന് റിസർച്ചിന് വേണ്ടിയിട്ടാണ് അവിടെ ഇത് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത് SN ബോസ് സെന്റർ ഇൻ കൊൽക്കത്തയാണ്. ബേസിക്കലി ഈ ഫിസിക്സ്, കോസ്മോളജി, എർത്ത് സയൻസ് എന്നീ മേഖലകളിലെ റിസർച്ചിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ എന്ന് പറയുന്നത് 2015 നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നാഷണൽ അക്കാദമിക് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒരു ഗ്രിഡ് ഓഫ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ NSM ആരംഭിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ മെയ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഈ NSM മാനേജ് ചെയ്യുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്
സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്, അതായത് CDAC-ഉം അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരും കൂടി ചേർന്നിട്ടാണ്. ഇപ്പോൾ ഈ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നിലവിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് 3 ഫേസ്ഡ് മിഷൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ 3 ഫേസ് ആയിട്ടാണ്. അതിൽ ഫേസ് 1 എന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ അസംബ്ലിയാണ്. ഫേസ് 2 എന്ന് പറയുന്നത് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ചില ഭാഗങ്ങൾ, ചില കോമ്പോണൻസ്, അതായത് അസംബ്ലിയുടെ കൂടെ ചില കോമ്പോണൻസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ഡിസൈനിങ്ങും ഡെവലപ്മെന്റും കംപ്ലീറ്റ്ലി ഇന്ത്യയിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യനെ ഈ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ്ങിനകത്ത് ഒരു വേൾഡ് ലീഡർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ നാഷണൽ ആൻഡ് ഗ്ലോബൽ റെലവൻസ് ഉള്ള ഗ്രാൻഡ് ചാലഞ്ചസ് ഉണ്ടാവും, അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നാഷണൽ കേപ്പബിലിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ എബിലിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഈ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് കമ്പ്യൂട്ടർ ഫെസിലിറ്റീസിനകത്തുള്ള സയന്റിഫിക് റിസർച്ചിന്, അല്ലെങ്കിൽ സയന്റിഫിക് റിസർച്ച് അതുപോലെ തന്നെ സയന്റിസ്റ്റുകൾ, ഇവരെയൊക്കെ ഈ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസിലൂടെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡിഫറെന്റ് ഡൊമൈൻസിനകത്തുള്ള കട്ടിംഗ് എഡ്ജ് റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഈ റെഡൻഡൻസീസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമതായിട്ട് പറയുന്നത് ഇന്ത്യനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് സൂപ്പർ പവർ ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഈ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിന്റെ കേസിൽ ഒരു മേജർ പവർ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഈ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ്ങിനകത്ത് ഒരു സെൽഫ് റിലയൻസ് ഉണ്ടാക്കിയെടുക്കാനും കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് നാലാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ലെബനാൻ ആണ്. ഇപ്പൊ ലെബനാനെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ലെബനാനെതിരായിട്ട് ഈ ഇസ്രായേൽ ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയതായിട്ടുള്ള വാർത്തകൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ലെബനാനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലെബനാൻ എന്ന് പറയുന്നത് ബേസിക്കലി ഈ മിഡിൽ ഈസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള ലെവാൻഡ് എന്ന് പറയുന്ന റീജിയനിൽ, ലെവാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ മെഡിറ്ററേനിയന്റെ ഭാഗമായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളെയാണ് ലെവാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലെവാൻഡ് റീജിയനിൽ കിടക്കുന്ന വെസ്റ്റ് ഏഷ്യയുടെ ഭാഗമായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ലെബനാൻ എന്ന് പറയുന്നത്. ഇവരുടെ അതിർത്തി രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നോർത്തേൺ സൈഡിലും ഈസ്റ്റേൺ സൈഡിലും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സിറിയയാണ്. സദേൺ സൈഡിൽ ഇസ്രായേലുമായിട്ട് ഇവർക്ക് അതിർത്തി ഉണ്ട്. വെസ്റ്റേൺ സൈഡിലായിട്ട് കിടക്കുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. ഇനി അതുപോലെ തന്നെ ഈ ലെബനാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന, ഇപ്പൊ നിലവിൽ ഇസ്രായേൽ ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള പക്ഷേ സിറിയയുടെ ഭാഗമായിട്ടുള്ള ഒരു ടെറിട്ടറിയാണ് ഗൊലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ലെബനാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബെയ്റൂട്ട് ആണ്. അതുപോലെ തന്നെ ഈ ലെബനാനും ഇസ്രായേലും തമ്മിൽ തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന, ഇപ്പോൾ ഇസ്രായേൽ ഗൊലാൻ ഹൈറ്റ്സിന്റെ ഭാഗമായിട്ട് ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ലെബനാന്റെ ഭാഗമായിട്ടുള്ള ഒരു ടെറിട്ടറിയാണ് ഷെബ ഫാംസ് എന്ന് പറയുന്നത്. ഒഫീഷ്യലി നോക്കിക്കഴിഞ്ഞാൽ അത് ലെബനാൻ ഇസ്രായേൽ അതിർത്തിയിലല്ല ഉള്ളത്. ലെബനാനും ഈ ഗൊലാൻ ഹൈറ്റ്സും തമ്മിലുള്ള, സിറിയയുടെ ഭാഗമായിട്ടുള്ള ഗൊലാൻ ഹൈറ്റ്സും തമ്മിലുള്ള അതിർത്തിയിലാണുള്ളത്. പക്ഷേ 1967 തൊട്ട് ഇസ്രായേൽ ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൊലാൻ ഹൈറ്റ്സ്. ഒരു 2000 തൊട്ട് ഇസ്രായേൽ പണ്ട് 1982 ലെബനാനെ ഇൻവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2000 ഇസ്രായേൽ ലെബനാനിൽ നിന്ന് വിഡ്രോ ചെയ്ത സമയത്ത് അവരിപ്പോഴും വിഡ്രോ ചെയ്തിട്ടില്ലാത്ത ലെബനാന്റെ ഭാഗമായിട്ടുള്ള ഇസ്രായേൽ ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഷെബ ഫാംസ് എന്ന് പറയുന്നത്. അതൊരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആണെന്ന് മനസ്സിലാക്കുക. ഇനി ലെബനാനിലുള്ള പ്രധാനപ്പെട്ട 2 മൗണ്ടെയിൻ റേഞ്ചസ് ആണ് മൗണ്ട് ലെബനാനും അതുപോലെ തന്നെ ആന്റി ലെബനാനും. മൗണ്ട് ലെബനാൻ എന്ന് പറയുന്നത് ഈ 2 മൗണ്ടെയിൻസും ഏകദേശം മെഡിറ്ററേനിയൻ സീക്ക് പാരലൽ ആയിട്ടുള്ള രീതിയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ലെബനാന്റെ ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കിടക്കുന്ന 2 മൗണ്ടെയിൻസ് ആണ്. ഈ ഒരു ഏരിയയിൽ കിടക്കുന്നതാണ് മൗണ്ട് ലെബനാൻ എന്ന് പറയുന്നത്. ആന്റി ലെബനാൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഈ സിറിയയുമായിട്ടുള്ള അതിർത്തി മേഖലയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ലെബനാനിലെ മറ്റൊരു പ്രധാനപ്പെട്ട റീജിയൻ ആണ് ബെക്ക വാലി എന്ന് പറയുന്നത്. ഓക്കെ, ബെക്ക വാലി എന്ന് പറയുന്നത് ലെബനാന്റെയും സിറിയയുടെയും ഒക്കെ അതിർത്തി മേഖലയിൽ, ഇവ ഈ പറയുന്ന മൗണ്ട് ലെബനാന്റെയും അതുപോലെ തന്നെ ആന്റി ലെബനാന്റെ ഒക്കെ ഒരു ഇടയിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു വാലി റീജിയൻ ആണ് ബെക്ക വാലി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ലെബനാനിലെ പ്രധാനപ്പെട്ട ഒരു റിവർ ആണ് ലിറ്റാനി റിവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇസ്രായേലൊക്കെ ലെബനാനെതിരായിട്ട് ആക്രമണം നടത്തുന്ന സമയത്ത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ള ഫോഴ്സസിനെ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ലിറ്റാനി റിവറിന്റെ നോർത്ത് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അപ്പോൾ ഈ ലിറ്റാനി റിവർ എന്ന് പറയുന്നത് ഏകദേശം ലെബനാനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന മെഡിറ്ററേനിയൻ സീയിൽ ചെന്ന് ചേരുന്ന ഒരു റിവർ ആണെന്ന് അറിഞ്ഞിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.